ഇപ്പൊ ഇതില് നിങ്ങൾ യങ്സ്റ്റേഴ്സ് അല്ലാതെ കുറച്ച് സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അവരാരൊക്കെയായിട്ടായിരുന്നു കോമ്പിനേഷൻ ഉള്ളത്? നമുക്ക് സായ്കുമാർ സാർ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ പത്മരാജ് രതീഷ് ആ പുള്ളി ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരായിട്ടാണ് എനിക്കുണ്ടായിരുന്നത്. എനിക്ക് പ്രിൻസിപ്പായിട്ടും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നത്. അവരൊക്കെ അത്യാവശ്യം, എസ്പെഷ്യലി സായ്കുമാർ സാറിനെയാണ് എടുത്തു പറയേണ്ടത്. പുള്ളി വന്നിരുന്നപ്പോ തൊട്ട്, അതായത് പുള്ളിയുടെ ഒരു മൂഡ് വേറെയാണ്. അന്നത്തെ ദിവസം പുള്ളിക്ക് ആ സമയത്ത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് സെലക്റ്റീവായിട്ട് സായ്കുമാർ സാർ ചെയ്യുന്നുള്ളൂ സിനിമകള്, പക്ഷെ ചെയ്യുന്നെല്ലാം ഗംഭീരമായിരിക്കും. അത് മാത്രമല്ല, പുള്ളി ചെയ്യുന്നതിനേക്കാൾ ഒരു പുള്ളി വന്നിരുന്നിട്ട് ഇപ്പൊ പുള്ളിയുടെ അടുത്ത് സ്ക്രിപ്റ്റ് ഒരാൾ സ്ക്രൈബ് ചെയ്ത് കൊടുക്കുമല്ലോ, പുള്ളി ആ സാധനം കേൾക്കുന്ന രീതി കാണുമ്പോഴല്ലോ പുള്ളിയുടെ ഓരോ എക്സ്പ്രഷൻസ് ഉണ്ട്. അതായത് പുള്ളി ആ സാധനം കേൾക്കുമ്പോൾ പുള്ളി അതിങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ അത് പുള്ളിയുടെ കണ്ണിൽ നിന്ന് നമുക്ക് കിട്ടും. ഒരു രക്ഷയില്ലാതെ നോട്ടമാണ് പുള്ളിയുടെ. അത് ഒരു എന്താ പറയാ, എന്തൊരു സാധനം, അത് ദേഷ്യപ്പെടുന്നതിൻ്റെ ആണെന്നുണ്ടെങ്കിലും കൂളായിട്ട് പറയുന്നതാണെങ്കിലും പുള്ളിയുടെ ആ ഒരു ഐ കോണ്ടാക്ട് ഉണ്ടല്ലോ, ഒന്നും പറയാനല്ലോ, ഭയങ്കര